യമനിൽ ആക്രമണം നടത്തി അമേരിക്ക. യമനിൽ ഒന്നിലധികം തവണ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യമനിൽ ഉന്നം വെച്ചത് ഹൂതികളെയായിരുന്നുവെന്നാണ് പെന്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. തലയ്ക്ക് മുകളിൽ മിസൈലുകളും ഡ്രോണുകളും ചീറിപ്പായുമ്പോൾ എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? ഓരോ ദിവസവും ദാരുണമായി മരിച്ചു വീഴുന്ന മനുഷ്യരെയാണ് ഇസ്രയേലിലും ഗാസയിലുമൊക്കെ നമ്മൾ കാണുന്നത്. ഡിസംബറിന്റെ തുടക്കത്തിലാണ് ഇസ്രയേലിന് നേരെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. അമേരിക്കയും ബ്രിട്ടനും യമനിൽ യുദ്ധം ശക്തമാക്കിയതുകൊണ്ടാണ് ഹൂതികൾ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയത്. മിഡിൽ ഈസ്റ്റിലെ പെന്റഗണിൽ സൈനിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന US സെൻട്രൽ കമാൻഡറായ സെൻകോമിന്റെ പ്രസ്താവനയിൽ പറയുന്നത് പ്രകാരം യമനിൽ ആക്രമണം നടത്തുന്നതിനായി USഉം ബ്രിട്ടനും യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഹൂതികളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യങ്ങൾ, ആയുധ നിർമ്മാണ പ്ലാന്റുകൾ, വെടിമരുന്ന് സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയായിരുന്നു ലക്ഷ്യമിട്ടതെന്നാണ് സെൻകോം അവകാശപ്പെടുന്നത്. ഒരു തീരദേശ റഡാർ സൈറ്റും ചെങ്കടലിന് മുകളിലൂടെയുള്ള 7 ഹൂതി ക്രൂയിസ് മിസൈലുകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആക്രമണം നടന്ന സനയിലെ നിരവധി മേഖലകളിൽ നിന്ന് പുക ഉയരുന്നതായും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഹമാസിനെതിരായ യുദ്ധത്തിന് പ്രതികാരമായി ചെങ്കടലിൽ ഹൂതികൾ ഇസ്രായേൽ കപ്പലുകളെ ആക്രമിച്ചിരുന്നു. ഇതാണ് ഹൂതികളെ ഉന്നമിടാൻ USന്റെയും ബ്രിട്ടീഷ് സേനയെയും പ്രേരിപ്പിച്ചത്. ഡിസംബറിന്റെ തുടക്കത്തിൽ ഹൂതികൾ ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് USഉം ബ്രിട്ടനും ഇപ്പോൾ ഹൂതികളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രയേലിലെ ബെൻഗുറിയോൺ എയർപോർട്ടിലേക്ക് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. എന്നാൽ ഈ മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപേ വെടിവെച്ചിട്ടതായാണ് IDF വ്യക്തമാക്കുന്നത്. ഇസ്രയേലിൽ പതിവായി ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഹൂതികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനും നശിപ്പിക്കാൻ ഔദ്യോഗികമായി ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. വംശഹത്യയും ഗാസയിലെ ഉപരോധവും അവസാനിക്കുന്നതുവരെ ഇസ്രയേലിനെതിരെയുള്ള യുദ്ധം തുടരുമെന്നാണ് ഹൂതികൾ പറയുന്നത്. അൻസാർ അല്ലാ പ്രസ്ഥാനമെന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഹൂതികൾ നിലവിൽ യമന്റെ 1/3 മേഖലകളെയും നിയന്ത്രിക്കുന്നുണ്ട്. അതിനിടെ അമേരിക്കയും ഇസ്രയേലിനെയും വെള്ളം കുടിപ്പിക്കുകയാണ് ഹൂതികൾ. ലോക പോലീസിനെ വീണ്ടും നാണം കെടുത്തിയിരിക്കുകയാണ് യമനിലെ സായുധ ഗ്രൂപ്പ്. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണിനെ വെടിവെച്ചിട്ടതായി ഹൂതികൾ അവകാശപ്പെടുന്നു. ബൈദയിലേക്ക് പറക്കുകയായിരുന്ന ഡ്രോണിനെയാണ് വെടിവെച്ചിട്ടതെന്നാണ് ഹൂതികൾ പറയുന്നത്. സനയ്ക്കും ഏദനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. പ്രാദേശികമായി നിർമ്മിച്ച സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോൺ തകർത്തതെന്നാണ് ഹൂതി വക്താവ് അവകാശപ്പെടുന്നത്. ആക്രമണത്തിന്റെ വീഡിയോയും ഹൂതികൾ പുറത്തുവിട്ടു. ഗസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം വെടിവെച്ചിടുന്ന 13ാമത്തെ ഡ്രോണാണിതെന്നാണ് ഹൂതികളുടെ അവകാശവാദം. ഒരു MQ-9 റീപ്പർ ഡ്രോണിന് ഏകദേശം $31 മില്യൺ വില വരും. അങ്ങനെ വരുമ്പോൾ ഗസ യുദ്ധം തുടങ്ങിയ ശേഷം USന് $400 മില്യൺ നഷ്ടമാണ് ഹൂതികൾ വരുത്തിയത്. അതിനിടെ ഹൂതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ, റഷ്യ, ചൈന, US എന്നിവയാണ് ഈ സാങ്കേതിക നേട്ടം കൈവരിച്ച രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായ സാങ്കേതിക വിദ്യയാണ് ഹൂതികൾ സ്വന്തമാക്കിയത്. 2024 സെപ്റ്റംബർ 16-നാണ് ഹൂതികൾ ഇസ്രയേലിൽ ആക്രമണം നടത്തിയത്. അയൺ ഡോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞാണ് ഹൂതികളുടെ മിസൈൽ ഇസ്രയേലിൽ പതിച്ചത്. 11 മിനിറ്റുകൾ കൊണ്ട് 2040 കിലോമീറ്റർ താണ്ടിയാണ് ഈ മിസൈൽ ഇസ്രയേലിൽ എത്തിയത്.